പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡൽഹിയിൽ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യമാണ്. ജന്തർ മന്ദറിൽ പോലീസിനെ വീണ്ടും CJP ഗുണ്ടകൾ ആക്രമിച്ചു. കല്ലേറ് പ്രതിരോധിക്കാൻ ഡൽഹി പോലീസ് കണ്ണീർ വാതക പ്രയോഗം നടത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആദർശ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ആദർശ്, ഇപ്പോൾ വീണ്ടും പാറ്റാക്കൂട്ടത്തിന് ഹാലിളകിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രജിത്ത്, പാറ്റാക്കൂട്ടം വീണ്ടും അക്രമത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പോലീസിനെ ആക്രമിക്കുക എന്നുള്ള ഒരു രീതി അത് ആദ്യം മുതൽ തന്നെ ഈ പാറ്റാക്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതാണ്. അവർ ഇപ്പോഴും ഈ ജന്തർ മന്ദറിന് സമീപം ടോൾസ്റ്റോയി മാർഗിലാണ് ഈ പോലീസിനെ ആക്രമിക്കുകയും ബാരിക്കേഡുകൾ മറിച്ചിടുവാനുള്ള ശ്രമം ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. പോലീസ് ഈ പ്രതിഷേധക്കാരെ നേരിടുകയും കണ്ണീർ വാതകം പ്രയോഗിച്ച ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് തുരത്തുന്നതിനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. എന്തായാലും പോലീസ് അതീവ ജാഗ്രത തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് തുടരുന്നത്. അത് ഈ പാറ്റാക്കൂട്ടം സംഘടിച്ചിരിക്കുന്ന ജന്തർ മന്ദറിൽ മാത്രമല്ല, മറ്റ് തന്ത്രപ്രധാനമായ ഇടങ്ങളിലൊക്കെ തന്നെ പോലീസ് അതീവ ജാഗ്രതയോടുകൂടിയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കൂടുതലായി അർദ്ധസൈനിക വിഭാഗത്തെയും രാജ്യതലസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ പാർലമെന്റ് മാർച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ അത് വലിയ ആക്രമണത്തിന് പദ്ധതിയിടുകയാണ് എന്നുള്ള ഒരു രഹസ്യാന്വേഷണ വിവരം ഈ ഡൽഹി പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. വലിയ രക്തച്ചൊരിച്ചിലിനുള്ള തയ്യാറെടുപ്പുകൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് ഡൽഹി പോലീസിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തെയും ഈ ജന്തർ മന്ദറിൽ നിന്നുള്ള ഈ പ്രതിഷേധത്തെ ചെറുക്കുന്നതിന് ഡൽഹി പോലീസിന് കഴിഞ്ഞത്. ഒപ്പം തന്നെ 3-ാം ദിവസത്തേക്ക് എത്തുമ്പോൾ ഒരു പകൽ മുഴുവൻ പോലീസ് ഈ പ്രതിഷേധക്കാരെ നിലയ്ക്ക് നിർത്തുന്നതിന് കഴിഞ്ഞിരുന്നു. എന്നാൽ രാത്രിയിൽ പോലീസിന് നേർക്ക് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണവും കല്ലേറും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് പോലീസ് ഈ കണ്ണീർ വാതക പ്രയോഗം നടത്തി ഈ പ്രതിഷേധക്കാരെ പിരിച്ചുവിടുക എന്നുള്ള നടപടിയിലേക്ക് കടന്നത്. എന്തായാലും കൂടുതൽ സമരക്കാർ ഈ സ്ഥലത്തേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സമരക്കാരെ പ്രതിരോധിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അത് ബാരിക്കേഡുകൾ വെച്ച് സമരക്കാരെ തടയുന്നു. ഒപ്പം തന്നെ മെട്രോ സ്റ്റേഷനുകളിലും മറ്റും അടച്ചിടുന്നത് അടക്കമുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ഈ രീതിയിൽ സമരക്കാർ കൂടുതലായി ജന്തർ മന്ദറിലേക്ക് എത്തുന്നതിന് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയാണ് അക്രമികളെ പിടികൂടുന്നതിനായി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള നടപടികളും പോലീസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ ആക്രമിച്ച് പരമാവധി പ്രകോപനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, സ്റ്റീൽ റോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് RAF ജവാന്മാരെയൊക്കെ അവർ ആക്രമിക്കുകയാണ്. അതിൽ ചിലരൊക്കെ ആകട്ടെ മറ്റേ സിഖുകാരുടെയൊക്കെ കൂട്ടുള്ള വസ്ത്രധാരണവുമൊക്കെയായി, പ്രത്യേകിച്ച് ഈ സായുധരായിട്ടുള്ള സിഖ് വിഭാഗങ്ങളുടെയൊക്കെ രീതിയിലുള്ള വസ്ത്രങ്ങളുമൊക്കെ ധരിച്ച് അവിടെ ഓടി നടക്കുന്നതൊക്കെ കാണാം. അവരുടെ കയ്യിൽ മാരകായുധങ്ങളുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വിദ്യാർത്ഥികളല്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ അഭ്യസ്തവിദ്യരായ വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ചെയ്യുന്ന ഒരു സമര രീതിയല്ല ഈ കാണുന്നത്. കൃത്യമായി കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ വനിതകളെ വരെ ആക്രമിക്കുന്ന, വനിതാ മാധ്യമ പ്രവർത്തകരുടെ മുടിക്കും ശരീരത്തിലുമൊക്കെ കയറിപ്പിടിക്കാൻ പോലും മടിയില്ലാത്ത രീതിയിലുള്ള സ്വഭാവമുള്ള ആളുകൾ, ഹരിയാനയിലും മറ്റുമൊക്കെയുള്ള ഖാപ് പഞ്ചായത്തുകളിലൊക്കെയുള്ള വസ്ത്രവിധാനത്തിൻ്റെ രീതിയിലുള്ള ആളുകൾ ഒക്കെയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഖലിസ്ഥാനികളടക്കം പങ്കെടുക്കുന്ന ഈ സമരത്തെ ഇതിലും ശക്തമായ രീതിയിലേക്ക് നേരിടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ രാത്രിയിൽ കൂടുതൽ സംഘർഷത്തിന് അവർ ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട്, അല്ലേ ആദർശ്? തീർച്ചയായും ആ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം ഈ രാത്രിയിൽ വലിയ സംഘർഷത്തിന് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ശ്രമിക്കും എന്നുള്ള മുന്നറിയിപ്പും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രത തന്നെയാണ് പോലീസ് പുലർത്തുന്നത്. നേരത്തെ തന്നെ ദ്രുതകർമ്മ സേനയെ അടക്കം ജന്തർ മന്ദറിൽ വിന്യസിച്ചുകൊണ്ട് ഈ അക്രമത്തെ പ്രതിരോധിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പോലീസിൻ്റേതടക്കമുള്ള വാഹനങ്ങളെ സമരക്കാർ ആക്രമിക്കുന്നു. മാധ്യമ പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച്
ആക്രമിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ വലിയ ഒരു ആക്രമണത്തിനുള്ള പദ്ധതി തന്നെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ തയ്യാറാക്കിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോലീസിനെ ആക്രമിക്കുന്നതിലൂടെയും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നതിലൂടെയും ഒക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പോലീസ് തങ്ങളെ അടിക്കുന്നു, പോലീസ് തങ്ങൾക്ക് നേരെ വെടിവെക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്നാൽ പോലീസ് ആകട്ടെ കൃത്യമായിട്ട് സംയമനം പാലിക്കുകയും ഈ സമരക്കാരെ തുരത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് എന്താണോ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരുടെ ആ ഉദ്ദേശത്തിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്ന വിധത്തിൽ ഉള്ള പ്രതിരോധം തന്നെയാണ് പോലീസ് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൂരമായിട്ട് മർദ്ദനത്തിന് പോലീസുകാർ ഇരയാകുമ്പോൾ പോലും അവർ വലിയ രീതിയിലുള്ള ഒരു പരമാവധി ഒരു ലാത്തി ചാർജോ അതുമല്ലെങ്കിൽ കണ്ണീർ വാതക പ്രയോഗമോ ഒക്കെ നടത്തിക്കൊണ്ട് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സംഘടിച്ച് നിൽക്കുന്ന പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിനുള്ള നീക്കങ്ങൾ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടിക്കാരാകട്ടെ പോലീസിനെ ആക്രമിക്കുക, പോലീസിനെ വലിയ വടികളും കട്ടകളും കൊണ്ടൊക്കെ പോലീസിനെ ആക്രമിക്കുക, ആ രീതിയിൽ വലിയ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് പരമാവധി പോലീസിനെ പ്രകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ് ഈ സമരക്കാരെ നേരിടുന്നത്. കാരണം അവർ വിദ്യാർത്ഥികളെന്ന് അവകാശപ്പെടുന്നു, യുവജന സംഘടനകൾ എന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയൊക്കെ അവകാശപ്പെടുന്ന അവർ വലിയ രീതിയിൽ പോലീസിന് നേർക്ക് ആക്രമണം നടത്തുന്നു. എന്നിട്ടോ ഈ രാജ്യത്തിൻ്റെ യുവതലമുറയെ തെരുവിൽ തല്ലിച്ചതയ്ക്കുന്നു എന്ന വിധത്തിലുള്ള പ്രചാരണം നടത്തുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെയാണ് പോലീസും ഈ സമരക്കാരെ നേരിടുന്നത്. പ്രജിത്ത്. ഓക്കെ ആദർശ്, എന്തായാലും പോലീസ് വലിയ രീതിയിൽ സംയമനം പാലിച്ച് തന്നെയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അവിടെ CRPF-ൻ്റെയൊക്കെ ജവാന്മാർ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അവരെ പൂർണ്ണമായ രീതിയിലേക്ക് അത്തരം പ്രതിരോധ മാർഗങ്ങളിലേക്ക് അവരെ വിന്യസിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കേണ്ടത് ഈ പാറ്റ പാർട്ടി എന്ന പേരിൽ എത്തിയിരിക്കുന്ന ഈ ക്രിമിനലുകൾക്ക് ആവശ്യവും അത് തന്നെയാണ്. കാരണം സൈന്യവും അല്ലെങ്കിൽ CRPF പോലെയുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളും ഇറങ്ങി ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ നേരിടണം, ചില രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് വെറും ക്രിമിനൽ സംഘമാണ്. അപ്പോൾ ആ ക്രിമിനൽ സംഘത്തെ നേരിടാൻ ആ രീതിയിലേക്കുള്ള നടപടികളിലേക്ക് പോകാതിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.